ഇൻഹേലർ ഉപയോഗിക്കേണ്ടത് രണ്ട് തരത്തിലുണ്ട്. ഗുളികകളായിട്ടുള്ള അതുണ്ട്, അത് റോട്ടഹെയിലർ എന്ന് പറയും, റോട്ട ക്യാപ്സ്. അത് ചില ക്യാപ്സ്യൂളാണ്, അതിടുന്ന ഒരു പ്ലാസ്റ്റിക് ഡിവൈസ് ഉണ്ട്, അതിനകത്തിട്ടിട്ട് അതിനെ ഒന്ന് കറക്കുക. പല രീതിയിലുള്ള ഡിവൈസസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ചിലത് അത് ക്യാപ്സ്യൂൾ ഇട്ടിട്ട് അടച്ച് അത് പ്രസ്സാകുമ്പോഴത്തേക്കും അതിനകത്തുള്ള മരുന്ന് റിലീസ് ചെയ്യും. അത് വെറുതെ ജസ്റ്റ് അങ്ങ് വലിച്ചാൽ മതിയാവും. സാധാരണ ഇൻഹേലർ പിന്നെ ഞെക്കി അടിക്കുന്നതാണ്. അത് അതിൻ്റെ മൗത്ത് പീസ് മാറ്റിയിട്ട് വായ്ക്കകത്തോട്ട് വെച്ച് ചുണ്ടൊക്കെ ചേർത്ത് പിടിച്ചിട്ട് വെർട്ടിക്കലായിട്ട് വേണം വയ്ക്കാനായിട്ട്. തല സ്വല്പം ഉയർത്തി പിടിച്ച് എയർവേ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് അത് അടിക്കുന്നത്. അടിക്കുന്നതിന് മുമ്പ് ഏതാണെങ്കിലും മറ്റേ ഗുളികയിട്ട് വലിക്കുന്നതാണെങ്കിലും ഇൻഹേലർ ആണെങ്കിലും ആദ്യം അകത്തുള്ള വായു ഊതി പുറത്ത് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ശ്വാസകോശം ശൂന്യമാക്കിയിട്ട് വേണം അടിക്കാൻ. അതിൻ്റെ ഉദ്ദേശം ഈ അടിച്ച് എടുക്കുന്ന മരുന്ന് മാക്സിമം ഡീപ്പായിട്ട് ശ്വാസകോശത്തിനുള്ളിൽ ചെല്ലണം. പിന്നെ അത് പരമാവധി സമയം പിടിച്ചു നിർത്തണം. ഇൻഹേലർ അടിച്ച് അപ്പം തന്നെ അത് വിട്ട് കളയരുത്. അതുപോലെ വായിൽ വരുന്ന ആ ഒരു നിശ്ചിത അളവ് മെഡിസിൻ ഉണ്ടല്ലോ, അത് മാക്സിമം വലിച്ചെടുത്ത് അകത്താക്കണം. വിഴുങ്ങുവാനും പാടില്ല. വിഴുങ്ങിയാൽ വയറിലോട്ട് പോകും, ഗുണമില്ലാതെ പോകും. ശ്വാസകോശത്തേക്ക് വലിച്ചെടുത്ത് ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ ധാരാളം മതിയാവും. എന്നിട്ടങ്ങ് വിടാം.